ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു കാലത്ത് വലിയ രീതിയിൽ ഗർജിച്ചിരുന്ന ആ ദീദിയുടെ ശബ്ദം ഇപ്പോൾ വെറും നിലവിളിയായി മാറുകയാണോ? ബംഗാൾ കോട്ടയുടെ അധികാരം കൈവിട്ടു പോയതിനു പിന്നാലെ ഇപ്പോൾ സ്വന്തം പാർട്ടിയുടെ അടിത്തറ കൂടി ഇളകുന്ന ശബ്ദമാണ് തൃണമൂൽ കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് കേൾക്കുന്നത്. പശ്ചിമ ബംഗാളിലെ മുൻ മുഖ്യമന്ത്രി മമത ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ വിറളി പിടിച്ച് നടക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, തൃണമൂൽ കോൺഗ്രസ് വലിയൊരു പിളർപ്പിലേക്ക് നീങ്ങുകയാണെന്ന കൃത്യമായ സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഒരു കാലത്ത് ബംഗാൾ ഭരിക്കുകയും പിന്നീട് ഡൽഹിയിലെ പ്രധാനമന്ത്രി കസേര സ്വപ്നം കാണുകയും ചെയ്ത മമതയ്ക്ക് ഇപ്പോൾ സ്വന്തം എംപിമാരെ പോലും കൂടെ നിർത്താൻ കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. വലിയ പത്രാസോടെയും അഹങ്കാരത്തോടെയും കൊണ്ടു നടന്ന സാമ്രാജ്യത്തിന്റെ പതനം വളരെ പെട്ടെന്നായിരുന്നു. ആകാശത്തോളം ഉയരത്തിൽ പറക്കാൻ ശ്രമിച്ച മമതയ്ക്ക് ഇപ്പോൾ സ്വന്തം പാർട്ടിയുടെ മേൽക്കൂര തകർന്നു വീഴുന്നത് നോക്കി നിൽക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. അധികാരം പോയതിന്റെ ക്ഷീണം മാറുന്നതിന് മുമ്പ് തന്നെ പാർട്ടിയിലെ പ്രമുഖർ ഓരോരുത്തരായി പടിയിറങ്ങുന്നത് മമതയ്ക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണ്. തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിയിൽ ഇപ്പോൾ വലിയൊരു കൊഴിഞ്ഞുപോക്കാണ് നടക്കുന്നത്. ഒരു ഒഴുക്കുവെള്ളം പോലെ നേതാക്കൾ പാർട്ടി വിട്ടു പോകുമ്പോൾ മമതയ്ക്ക് അത് വെറും കാഴ്ചക്കാരെ പോലെ നോക്കി നിൽക്കാനേ സാധിക്കുന്നുള്ളൂ. ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വാർത്തകൾ മമതാ ബാനർജിയുടെ ഉറക്കം കെടുത്തുന്നതാണ്. തൃണമൂലിന്റെ പ്രമുഖ രാജ്യസഭാ എംപിയായ സുഷ്മിത ദേവ് പാർട്ടിയിലെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും രാജിവെച്ചിരിക്കുന്നു. ഈ ഒരൊറ്റ ആഴ്ചയ്ക്കുള്ളിൽ തൃണമൂൽ കോൺഗ്രസിൽ നിന്നും രാജിവെക്കുന്ന രണ്ടാമത്തെ രാജ്യസഭാ എംപിയാണ് സുഷ്മിത ദേവ് എന്നറിയുമ്പോഴാണ് മമതയുടെ പരാജയത്തിന്റെ ആഴം നമുക്ക് മനസ്സിലാകുന്നത്. കഴിഞ്ഞ ദിവസം മറ്റൊരു മുതിർന്ന രാജ്യസഭാംഗമായ സുഖേന്ദു ശേഖറേയും തൃണമൂലിൽ നിന്ന് രാജി പ്രഖ്യാപിച്ചിരുന്നു. ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ രണ്ട് പ്രമുഖ നേതാക്കൾ പാർട്ടി വിട്ടത് മമതയ്ക്കും തൃണമൂലിനും ദേശീയതലത്തിൽ വലിയൊരു പ്രഹരമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. രാജ്യസഭാ ചെയർമാനെ നേരിട്ട് കണ്ടാണ് സുഷ്മിത ദേവ് തന്റെ ഔദ്യോഗിക രാജി സമർപ്പിച്ചത്. പാർലമെന്ററി സ്ഥാനം രാജിവെച്ചതിന് പുറമെ അസമിലെ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പദവിയും മറ്റെല്ലാ സംഘടനാ ചുമതലകളും അവർ ഒഴിഞ്ഞിട്ടുണ്ട്. ബംഗാളിന് പുറത്തേക്ക് പാർട്ടി വളർത്താൻ മമത അയച്ച വിശ്വസ്തത തന്നെ ഇപ്പോൾ പാർട്ടിക്ക് പണി കൊടുത്ത് പടിയിറങ്ങിയിരിക്കുകയാണ്. സുഷ്മിത ദേവിന്റെ പെട്ടെന്നുള്ള രാജി വെറുമൊരു രാജിയല്ല, മറിച്ച് മമതയുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾക്കുള്ള കരണത്തടിയാണ്. അവർ BJP-യിലേക്ക് ചേക്കേറുമെന്ന ശക്തമായ സൂചനകളാണ് ഇപ്പോൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത്. രാജി സമർപ്പിച്ചതിന് തൊട്ടു പിന്നാലെ അസം മുഖ്യമന്ത്രിയും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ BJP-യുടെ ചാണക്യനുമായ ഹിമന്ത ബിശ്വ ശർമ്മയുമായി സുഷ്മിത കൂടിക്കാഴ്ച നടത്തിക്കഴിഞ്ഞു. ഈ കൂടിക്കാഴ്ച വെറുതെ ഒരു ചായ കുടിയല്ലെന്നും സുഷ്മിതയുടെ കാവ്യപ്രവേശനത്തിനുള്ള വഴി തുറക്കലാണെന്നും വ്യക്തമാണ്. 2021 കോൺഗ്രസുമായുള്ള ദീർഘകാല ബന്ധം അവസാനിപ്പിച്ച് സുഷ്മിത തൃണമൂൽ കോൺഗ്രസിൽ ചേരുന്നത്. അസമിലെ മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്ന സന്തോഷ് മോഹൻ ദേവിന്റെ മകളായ അവർ അസമിൽ വലിയ സ്വാധീനമുള്ള നേതാവാണ്. കോൺഗ്രസിന്റെ വനിതാ വിഭാഗമായ ഓൾ ഇന്ത്യ മഹിളാ കോൺഗ്രസിന്റെ അധ്യക്ഷയായും അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു വമ്പൻ ശ്രാവണിയാണ് മമതയ്ക്ക് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ബംഗാളിന് പുറത്തേക്ക് പാർട്ടി വ്യാപിപ്പിക്കാൻ മമത നടത്തിയ എല്ലാ നാടകങ്ങളും ഇപ്പോൾ പൊളിഞ്ഞു പാളിസായിരിക്കുകയാണ്. സ്വന്തം അനന്തരവൻ അഭിഷേക് ബാനർജിയെ പാർട്ടി തലപ്പത്ത് പ്രതിഷ്ഠിക്കാൻ മമത കാണിക്കുന്ന ധൃതി പല മുതിർന്ന നേതാക്കളെയും ചൊടിപ്പിച്ചിട്ടുണ്ട്. പാർട്ടിയിൽ ജനാധിപത്യമില്ലെന്നും മമത പറയുന്നതിന് മാത്രം കൈയടിക്കുന്ന അടിമകളായി നേതാക്കൾ മാറണമെന്നുമാണ് അവരുടെ ആഗ്രഹം. എന്നാൽ ആത്മാഭിമാനമുള്ള നേതാക്കൾക്ക് അത് സഹിക്കില്ലെന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ കൂട്ടരാജി. കോൺഗ്രസ് വിട്ട് തൃണമൂലിൽ വന്ന സുഷ്മിത ദേവിനെ പോലെയുള്ള നേതാക്കൾക്ക് മമതയുടെ ഈ അഹങ്കാരവും ധാർഷ്ട്യവും സഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല. അധികാരം നഷ്ടപ്പെട്ടിട്ടും ഇപ്പോഴും പഴയ ഭാവത്തിൽ വലിയ നേതാവായി നടക്കാൻ ശ്രമിക്കുന്ന മമതയ്ക്ക് സ്വന്തം പാർട്ടിയിലെ അസംതൃപ്തി പോലും പരിഹരിക്കാൻ കഴിയുന്നില്ല എന്നത് വലിയൊരു പരിഹാസമായി അവശേഷിക്കുകയാണ്. BJP-യെ തകർക്കാൻ വേണ്ടി നടന്ന മമതയുടെ മൂക്കിന് താഴെ നിന്നാണ് ഇപ്പോൾ BJP നേതാക്കൾ തൃണമൂൽ വിക്കറ്റുകൾ ഓരോന്നായി വീഴ്ത്തുന്നത്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ തൃണമൂലിന്റെ മുഖമായിരുന്ന സുഷ്മിത ദേവിന്റെ പടിയിറക്കം അസമിലും മറ്റ് അയൽ സംസ്ഥാനങ്ങളിലും പാർട്ടിയെ പൂർണ്ണമായും ഇല്ലാതാക്കും. മമതയുടെ അഹങ്കാരത്തിനുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ ഓരോന്നായി വന്നുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയത്തിൽ ആരും സ്ഥിരമായി ഒന്നാമനായിരിക്കില്ല എന്ന വലിയ പാഠമാണ് മമത ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കൾ തൃണമൂൽ വിട്ട് പുറത്തു വരുമെന്നാണ് ഡൽഹിയിലെ രാഷ്ട്രീയ ചാണക്യന്മാർ വിലയിരുത്തുന്നത്. ഇനി ഇതോടെ തൃണമൂൽ കോൺഗ്രസ് വലിയൊരു പിളർപ്പിലേക്ക് നീങ്ങുന്നുവെന്ന കാര്യം ഉറപ്പാണ്.
മറ്റുള്ളവരെ തോൽപ്പിക്കാൻ നടന്ന് ഒടുവിൽ സ്വന്തം കോട്ടയിൽ തീയണയ്ക്കാൻ ഓടേണ്ടി വരുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ മമത. സുഷ്മിതാ ദേവിന്റെ രാജി വെറുമൊരു തുടക്കം മാത്രമാണ്. വരാനിരിക്കുന്നത് വലിയൊരു രാഷ്ട്രീയ കൊടുങ്കാറ്റ് തന്നെയാണ്. ദീദിയുടെ ഗർജനങ്ങളെല്ലാം ഇപ്പോൾ വെറും അടക്കം പറച്ചിലുകളായി മാറിക്കഴിഞ്ഞു. ഇനിയെങ്കിലും മമത ഈ അഹങ്കാരം അവസാനിപ്പിച്ച് യാഥാർത്ഥ്യം മനസ്സിലാക്കുമോ, അതോ പാർട്ടി പൂർണ്ണമായും തകരുന്നതുവരെ നോക്കി നിൽക്കുമോ എന്ന് വരും ദിവസങ്ങളിൽ കണ്ടു തന്നെ അറിയാം. ഇനി ഈ ദീദി ഒരു കാലത്ത് കൊൽക്കത്തയിലെ തെരുവുകളിൽ നിന്ന് ഡൽഹിയിലെ ചാണക്യന്മാരെ വരെ വിറപ്പിച്ചിരുന്ന പഴയ സിംഹപ്രതാപമൊക്കെ ഇപ്പോൾ വെറും പഴങ്കഥയായി മാറിയിരിക്കുകയാണ്. അന്ന് ബംഗാളിന്റെ അധികാരം കയ്യിലിരുന്നപ്പോൾ തോന്നുമ്പോഴൊക്കെ കേന്ദ്രത്തിനെതിരെ ധർണ ഇരിക്കാനും CBI ഉദ്യോഗസ്ഥരെ വരെ തടയാനും കാണിച്ച ആ ഒരു പവറൊക്കെ ഇപ്പോൾ എവിടെ പോയി എന്നാണ് അണികൾ പോലും ചോദിക്കുന്നത്. സ്വന്തം സംസ്ഥാനത്തെ ഭരണം പോയി കയ്യിലിരുന്ന മുഖ്യമന്ത്രി കസേര തെറിച്ചു. ഇപ്പോൾ ഇതാ സ്വന്തം MP-മാർ വലിപ്പച്ചെറുപ്പമില്ലാതെ കൂട്ടത്തോടെ കപ്പൽ ഉപേക്ഷിച്ചു പോകുന്ന എലികളെ പോലെ പാർട്ടിയുടെ പടി ഇറങ്ങി ഓടുകയാണ്. എന്നിട്ടും എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ മമതയ്ക്ക് ഇപ്പോഴും ഭാവത്തിന് യാതൊരു കുറവുമില്ല. ഞാൻ ഇപ്പോഴും ദേശീയ നേതാവാണ്, ഇന്ത്യ മുഴുവൻ ഞാൻ തൃണമൂൽ വളർത്തുമെന്ന ലൈനിലാണ് ഇപ്പോഴും മമതയുടെ പോക്ക്. ബംഗാളിന് പുറത്ത് അസമിലും ത്രിപുരയിലും ഒക്കെ പാർട്ടി ഓഫീസിന് കല്ലിട്ട മമതയ്ക്ക് ഇപ്പോൾ സ്വന്തം പാർട്ടിയിലെ നേതാക്കളുടെ കല്ലുകടി മാറ്റാൻ പോലും പറ്റുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ കോമഡി. BJP അടിയറവ് പറയിക്കാൻ ഭാരത പര്യടനത്തിന് പ്ലാനിട്ട മമതാ ബാനർജിക്ക് ഇപ്പോൾ സ്വന്തം പാർട്ടിയിലെ വിക്കറ്റുകൾ ഓരോന്നായി വീഴുന്നത് നോക്കി ഹാട്രിക് തികയ്ക്കാനേ യോഗമുള്ളൂ. കൂടെയുള്ള നേതാക്കൾക്ക് ഒരു സുരക്ഷയും കൊടുക്കാൻ പറ്റാത്ത സ്വന്തം അനന്തരവനെ മാത്രം തലപ്പത്ത് വാഴിക്കാൻ നോക്കുന്ന ഈ കുടുംബ പാർട്ടിയിൽ ഇനിയും ആരെങ്കിലും നിൽക്കുമെന്ന് മമത കരുതുന്നുണ്ടെങ്കിൽ അത് അവരുടെ വെറും മണ്ടത്തരമാണ്. സുഷ്മിതാ ദേവ് ഒപ്പിട്ട രാജിക്കത്തുമായി അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ കൂടെ ചിരിച്ചു നിൽക്കുന്ന ചിത്രം കാണുമ്പോൾ മമതയുടെ നെഞ്ചിൽ കൊള്ളുന്നത് തീയായിരിക്കും. ഡൽഹിക്ക് വണ്ടി കയറാൻ നോക്കിയ മമതയ്ക്ക് ഇപ്പോൾ സ്വന്തം നാട്ടിലെ റേഷൻ കടയിൽ പോയി വരി നിൽക്കേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത്. അല്ലെങ്കിലും മമതയുടെ ഒരു കാര്യം ആലോചിക്കുമ്പോഴാണ് അതിശയവും ചിരിയും ഒരുമിച്ച് വരുന്നത്. സ്വന്തം അണികളെ തൃപ്തിപ്പെടുത്താൻ പറ്റാത്ത മമതയാണ് ഇന്ത്യ ഭരിക്കാൻ വലിയ വലിയ തത്വങ്ങൾ പ്രസംഗിച്ച് നടന്നിരുന്നത്. BJP വിറപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച മമതയുടെ സ്വന്തം വിശ്വസ്തർ ഇപ്പോൾ BJP ഓഫീസിന്റെ തിണ്ണനിറങ്ങുകയാണ്. അസമിൽ തൃണമൂൽ കോൺഗ്രസിന്റെ കൊടി പിടിക്കാൻ അയച്ച സുഷ്മിതാ ദേവ് ഇപ്പോൾ BJPയിലേക്ക് പോകുന്നു എന്നാണ് സൂചനകൾ. ഇതിലും വലിയൊരു രാഷ്ട്രീയ നാണക്കേട് വേറെ എന്താണ് മമതയ്ക്ക് വരാനുള്ളത്? പ്രധാനമന്ത്രിയാകാൻ മോഹിച്ച മമതയ്ക്ക് ഇപ്പോൾ സ്വന്തം MP-മാരുടെ രാജിക്കത്തുകൾ വാങ്ങിവെക്കാനേ സമയമുള്ളൂ. തിങ്കളാഴ്ച ഒരാൾ, ബുധനാഴ്ച മറ്റൊരാൾ, അടുത്തത് ആരാണെന്ന് അറിയാൻ മമത ഇപ്പോൾ പാർട്ടി ഓഫീസിലിരുന്ന് വിരലിൽ എണ്ണുകയാണത്രേ. ഒരു കാലത്ത് ബംഗാളിൽ മമത പറഞ്ഞാൽ അതായിരുന്നു നിയമം. അങ്ങനെയുള്ള മമതയോടാണ് സ്വന്തം രാജ്യസഭാ MP-മാർ ബായ് ബായ് പറഞ്ഞ് പടിയിറങ്ങുന്നത്. ഭരണം പോയതോടെ മമതയുടെ കയ്യിലെ പവറും പോയി എന്ന് നേതാക്കൾക്ക് കൃത്യമായി മനസ്സിലായി കഴിഞ്ഞു. സ്വന്തം അനന്തരവൻ അഭിഷേക് ബാനർജിക്ക് പാർട്ടിയിൽ രാജാഭിഷേകം നടത്താൻ മമത കാണിച്ച കടുംപിടുത്തമാണ് ഇപ്പോൾ തൃണമൂലിനെ ഈ ഗതിയിലാക്കിയത്. മുതിർന്ന നേതാക്കളെ കറിവേപ്പില പോലെ തള്ളിയപ്പോൾ മമത കരുതി കാണും താൻ വിചാരിച്ചാൽ എന്തും നടക്കുമെന്ന്. എന്നാൽ അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചാൽ അത് മമതാ ബാനർജി ആകുമെന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ കൂട്ടത്തൽ. കേന്ദ്ര ഏജൻസികളെ പേടിപ്പിച്ചു നിർത്താൻ നോക്കിയ മമതയ്ക്ക് ഇപ്പോൾ സ്വന്തം നിഴലിനെ പോലും പേടിക്കേണ്ട അവസ്ഥയാണ്. ഒരു കാര്യത്തിൽ മമതയെ സമ്മതിക്കണം, പാർട്ടി തകർന്ന് തരിപ്പണമായിട്ടും അഹങ്കാരത്തിന് മാത്രം ഒരു കുറവുമില്ല. പക്ഷെ ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും, വോട്ട് ബാങ്കും ഭരണവും പോയി കഴിഞ്ഞാൽ പിന്നെ നേതാക്കൾ കൂടെ നിൽക്കണമെങ്കിൽ അഹങ്കാരമല്ല അന്തസ്സാണ് വേണ്ടത്. സുഷ്മിതാ ദേവ് കൊടുത്ത ഈ 8ന്റെ പണി കണ്ട മമതയ്ക്ക് ഇപ്പോഴും ബോധം വന്നിട്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ തൃണമൂൽ കോൺഗ്രസ് എന്നത് ഹിസ്റ്ററി ബുക്കിൽ മാത്രം കാണുന്ന ഒരു പഴയ പാർട്ടിയായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.